കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് രാവിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ നേരം വൈകിപ്പോയി. അമ്മൂന് ഫോണിൽ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു, പക്ഷേ ഫോണിൽ അലാറം അടിച്ചില്ല. അപ്പോൾ 6 മണിയായി എഴുന്നേറ്റപ്പോൾ അവൾക്ക് 7:30 ആകുമ്പോൾ പോകും വേണം. അയ്യോ, ഞാൻ മമ്പയറാണ് വെള്ളത്തിലിട്ടെന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ആകെപ്പെട്ട് രാവിലെ. പിന്നെ ഇന്നലെ രാത്രി ചെന്നതേ ഇട്ടതുകൊണ്ട് അത് വേഗം കുതിർന്നിട്ടുണ്ടായിരുന്നു. വേഗം മമ്പയർ തോരനും വെച്ച് ചോറും വെച്ച് ചായ ഉണ്ടാക്കി 7:15 എല്ലാം തട്ടിപ്പടിച്ച് അവളെ പറഞ്ഞു വിട്ടു കേട്ടോ. അവളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പെരും മഴ. പിന്നെ ഞാൻ വിചാരിച്ച് വേഗം അകമൊക്കെ അടിച്ചു വാരി തുടച്ചിട്ടിട്ട് അകത്തെ പണിയെല്ലാം കഴിച്ചിട്ട് ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അലക്കും മിറ്റടിക്കും ഒക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴേക്കും 9 മണി കഴിഞ്ഞ്. അപ്പോൾ പിന്നെ സമയമില്ല. അപ്പോൾ ഓടിപ്പടച്ച് ബസ് കിട്ടണ്ടേ, ഓടിപ്പടച്ച് പോകുന്നു. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ പെരും മഴ. ഒരു മഴ ഇങ്ങോട്ട് പാഞ്ഞിങ്ങോട്ട് വരും, അതേപോലെ പോവും, പിന്നെയും പെയ്യും, പിന്നെയും പോവും. അങ്ങനെ ഒരു കാലാവസ്ഥ. അതിൻ്റെ ഇടയിലാണ് അമ്മൂന് ഭയങ്കര മടിയാണ്. അപ്പോൾ സ്കൂളിൽ പോകാൻ നേരം വെളുത്ത് എഴുന്നേറ്റ് വരുന്നതേ ചോദിക്കും, അമ്മ എന്ത് പഠിത്തമുണ്ടോ, അമ്മ എന്നെ അവധിയാണോ നോക്കാം, അമ്മ അവധിയാണോ നോക്കാം. എണീച്ച് വന്നത് ഇവൾ മൊബൈലെടുത്ത് വാർത്ത കേൾക്കും അവധിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പിള്ളേർക്ക് രാവിലെ മഴയത്ത് നനഞ്ഞു പോകാനൊക്കെ ഭയങ്കര മടിയാണ്, നനഞ്ഞ് ഫുള്ള് ക്ലാസ്സിൽ പോയിരിക്കാനൊക്കെ. പണ്ടൊക്കെ നമ്മളെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് നനഞ്ഞ് കുളിച്ചാലും എല്ലാം നനഞ്ഞ് മഴയത്തിൽ കൂടെ നടക്കാനായിരുന്നു ഇഷ്ടം. ഇപ്പോഴുള്ള മക്കൾക്ക് അതിഷ്ടമല്ല, നനയാനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഭയങ്കര മടി. ഇന്നലെ പറയുന്നത് ഭയങ്കര കാറ്റായിരുന്നു. ഇന്നലെ കാറ്റടിച്ച് സ്കൂളിൻ്റെ ജനലൊക്കെ പൊട്ടി അമ്മയെന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ നാളെ ഇനി അവധിയാണോ എന്ന് അറിയില്ല. നാളെ കാറ്റും മഴയാണെങ്കിൽ നാളെ അവധിയാണോ അമ്മയെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇന്ന് രാവിലെ തന്നെ പോയത്. ഒന്നാമത് എന്തോ ഒരു മഴയായിട്ടാണെന്ന് തോന്നുന്നത്, എന്തോ ഒരു മടിയാണ് അവൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ. രാവിലെ എഴുന്നേറ്റ് പോയി. ബസ് നമ്മുടെ കയ്യിൽ റോഡ് പണി ആയതുകൊണ്ട് ബസ്സില്ലാതെ കൊണ്ട് ചുറ്റി വളഞ്ഞാണ് പോകേണ്ടത്. അപ്പം നേരത്തെ പോകണം, അല്ലെ ക്ലാസ്സിലെത്തുമ്പോൾ ഒരു പീരീഡ് പകുതിയാവും. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ 7:30 ആകുമ്പോഴേക്കും എഴുന്നേറ്റ് പോകലാണ്. പിന്നെ ഞാനും കടയിലേക്ക് പോകുന്നു. ഇതുണ്ടോ നല്ല മഴ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതിങ്ങനെ ഇരുണ്ട് മൂടി കിടക്കുന്നുണ്ടോ? അങ്ങനെ ഓടി ഇങ്ങോട്ടൊരു മഴ വരും, അതുപോലെ അതങ്ങോട്ട് പോവേ, പിന്നെയും ശക്തിയിൽ ഇങ്ങോട്ട് വരും, വന്ന് അതേപോലെ അങ്ങോട്ട് പോകും. അങ്ങനെ മഴയാണ്. എന്താ നോക്കണം. 2 ദിവസം തെളിയുമ്പോൾ 3-ാമത്തെ ദിവസം പെരും മഴ. മഴക്കാലത്ത് പിന്നെ മഴയല്ലേ പെയ്യാല്ലേ. ആരും വിചാരിക്കും ഇവളെന്താ ഈ വന്ന് എന്നും ഇങ്ങനെ ഓരോന്നും വിളവിളാന്ന് പറഞ്ഞിട്ട് പോകുന്നതെന്നല്ലേ. എന്താ പറയുക, നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ വീഡിയോ പിടിച്ച് തരാനും കൂടെ നിൽക്കാനൊന്നും അങ്ങനെ ആരും സപ്പോർട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ സ്വന്തം ചെയ്യുന്ന കേട്ടോ. അത് എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഓരോ അങ്ങനെ നമുക്ക് തോന്നുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയാനും അങ്ങനെയൊക്കെ. കുറേ കൂട്ടുകാരൊക്കെ ആകുമല്ലോ അല്ലേ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയാൽ. അങ്ങനെ പിന്നെ ഓരോ എന്താ പറയുക, നമുക്കിങ്ങനെ എപ്പോഴും ഓരോ ടെൻഷനും വിഷമവും. അപ്പം നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ആ ടെൻഷനും വിഷമങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അതൊക്കെയാണ് ഞാനിത് തുടങ്ങാൻ കാരണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ച് കുത്തിയിരിക്കുമ്പോൾ നമുക്ക് അസുഖമാണെങ്കിൽ അതൊന്നും കൂടെ കൂടും. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴേക്കും വേഗം ഒരു റീൽസോ ഒരു കോമഡിയോ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പിയായി, ആ ടെൻഷനും മാറും, പിന്നെ ഒരു ഇതുമാവും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷെ നിങ്ങളാരും അങ്ങനെ വലിയ ഇങ്ങനെ തന്നെ എന്തായാലും എനിക്കൊരു 1000-ൻ്റെ മുകളിൽ സബ്സ്ക്രൈബ് ആയിട്ടോ. അത് ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് ഒരു കമൻറ്റും ഒരു ലൈക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ഉപകാരമാവും, ഭയങ്കര സന്തോഷമാവും കേട്ടോ. ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കണേ, കാരണം എനിക്കിങ്ങനെയൊക്കെയോ പറയാനറിയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ.